കേരള സർവകലാശാല മുൻ രജിസ്ട്രാർക്ക് ഹൈക്കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. സസ്പെൻഷന് സ്റ്റേ നൽകിയിട്ടില്ല. ഗവർണർ വരുമ്പോൾ ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഹൈക്കോടതി രേഖപ്പെടുത്തുന്നു. രജിസ്ട്രാറുടെ നടപടി ഗവർണർ എന്ന വിശിഷ്ട പദവിയെ ബാധിച്ചുവെന്നും ഹൈക്കോടതി നിരീക്ഷിക്കുന്നു. ഭാരതാംബയെ പതാകയേന്തിയ സ്ത്രീ എന്ന് വിശേഷിപ്പിച്ചത് നിർഭാഗ്യകരമെന്നും കോടതിയുടെ നിരീക്ഷണമുണ്ട്. ഏത് മതചിഹ്നമാണ് അവിടെ പ്രദർശിപ്പിച്ചതെന്ന് വ്യക്തമാക്കണം. അവിടെ എന്ത് പ്രകോപനപരമായ ചിത്രമാണ് അവിടെ വെച്ചതെന്നും കോടതി ചോദിക്കുന്നു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്ന്. രേഷ്മ, കനത്ത ഭാഷയിലാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ നിരീക്ഷണം നടത്തിയിട്ടുള്ളത്. എന്തായാലും വൈസ് ചാൻസലർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി അതിന് സ്റ്റേ നൽകാനാവില്ല എന്ന വളരെ വ്യക്തമായി കോടതി അക്കാര്യം സൂചിപ്പിക്കുന്നു. ഈ കേസ് വീണ്ടും തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കുകയാണ് കോടതിയുടെ പരാമർശം. കൂടുതൽ വിവരങ്ങൾ രേഷ്മ ബാബു. വിനോദ്, തന്റെ സസ്പെൻഷൻ നടപടി പിൻവലിക്കാനായിട്ടും അടിയന്തരമായിട്ട് സസ്പെൻഷൻ നടപടി സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സർവകലാശാല രജിസ്ട്രാർ ആയിരുന്ന KS അനിൽകുമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇന്ന് തന്നെ ഹർജി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു രീതിയിൽ കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഹർജി പരിഗണിച്ച സമയത്ത് എന്ത് കാരണത്താലാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായത്, സസ്പെൻഷൻ നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതായിരുന്നു ഹൈക്കോടതി ആദ്യഘട്ടത്തിൽ ചോദിച്ചത്. ഈ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുന്ന തരത്തിലേക്ക് പരിപാടി എത്തി. തുടർന്നാണ് തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ വന്നു ചേർന്നത് എന്നുള്ളതായിരുന്നു രജിസ്ട്രാറുടെ മറുപടി. എന്ത് പ്രശ്നമായിരുന്നു ഇതിനാധാരം, അതായത് ഈ പരിപാടി റദ്ദാക്കാനും പരിപാടി നടത്തരുതെന്ന് ആവശ്യപ്പെടാനുമായിട്ടുള്ള കാരണം എന്തെന്നായിരുന്നു പിന്നീട് ഹൈക്കോടതി ചോദ്യം ഉന്നയിച്ചത്. അതിന് രജിസ്ട്രാർ മറുപടി നൽകിയത് മതചിഹ്നം പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു പരിപാടി നടത്തിയത്, അതുകൊണ്ട് തന്നെ താൻ അതിൽ ഇടപെടൽ നടത്തുകയായിരുന്നു. എന്ത് മതചിഹ്നമാണ് പ്രദർശിപ്പിച്ചതെന്ന് വ്യക്തമാക്കണമെന്നാണ് അതിന് മറുപടിയായിട്ട് ഹൈക്കോടതി ചോദിച്ചത്. പതാകയേന്തിയ സ്ത്രീയെ അവിടെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഹിന്ദു ദേവതയാണെന്നാണ് തനിക്ക് മനസ്സിലാകുന്നത്. അത്തരത്തിലുള്ള ഒരു അങ്ങനെയാണ് സെക്യൂരിറ്റിക്കാരനടക്കം തോന്നിയത്. തുടർന്നാണ് പരിപാടി നിർത്താൻ തന്റെ അധികാരം പ്രയോഗിച്ചതെന്നും രജിസ്ട്രാർ വാദമുയർത്തി. ആ സമയത്താണ് ഹൈക്കോടതി വളരെ നിശ്ചിതമായിട്ടുള്ള ഭാഷയിൽ രജിസ്ട്രാറുടെ അഭിഭാഷകന്റെ ഈ ഒരു വിശേഷണത്തെ എതിർത്തത്. അതായത് ഭാരതമാതാവിനെ പതാകയേന്തിയ സ്ത്രീ എന്നാണോ വിശേഷിപ്പിക്കുന്നത്, അത്തരത്തിലുള്ള വിശേഷിപ്പിച്ച നടപടി നിർഭാഗ്യകരമാണെന്നാണ് ജസ്റ്റിസ് N നഗരേഷ് ഏറ്റവും കടുത്ത വിമർശന രൂപേണ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ ഗവർണറുടെ പദവിയെ എന്തുകൊണ്ട് ബഹുമാനിച്ചില്ല എന്നൊരു ചോദ്യം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. ഒപ്പം തന്നെ ഈ മതചിഹ്നം പ്രദർശിപ്പിച്ചു എന്നാണ് രജിസ്ട്രാർ പറഞ്ഞത്. ഭാരതാംബ എങ്ങനെയാണ് മതചിഹ്നമാകുന്നത് എന്നുള്ള ചോദ്യം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും വന്നത് ഏറെ പ്രസക്തമാണ്. എന്തായാലും നിലവിൽ ഈ ഗവർണറുടെ പരിപാടിയിൽ രേഷ്മ ബാബു തുടരുക. എന്തായാലും വൈസ് ചാൻസലർ കേരള സർവകലാശാല വൈസ് ചാൻസലർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി അതിന് സ്റ്റേ നൽകാനാവില്ല എന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് നിരീക്ഷണം ഉണ്ടായിരിക്കുന്നു. RV ബാബു, ഹിന്ദു ഐക്യവേദി അധ്യക്ഷൻ കൂടിയായിട്ടുള്ള RV ബാബു ചേരുന്നു. ഈ വാർത്ത അങ്ങ് ശ്രദ്ധിച്ചു കാണുമല്ലോ. കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി അതിന് സ്റ്റേ വേണമെന്നുള്ള ആവശ്യം ഹൈക്കോടതി നിരസിക്കുന്നു. എങ്ങനെയാണ് പതാകയേന്തിയ സ്ത്രീ എന്നാണോ ഭാരതാംബയെ വിശേഷിപ്പിക്കേണ്ടത് എന്ന് കോടതി ചോദിക്കുന്നു. ഗവർണറെ അപമാനിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം രജിസ്ട്രാറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലേ എന്നും കോടതി ചോദിക്കുന്നുണ്ട്. RV ബാബു, കോടതിയുടെ ഇപ്പോഴത്തെ ഈ നിരീക്ഷണത്തെ എങ്ങനെ വിലയിരുത്തുന്നു? തികച്ചും ന്യായയുക്തമായ ഒരു നിരീക്ഷണം തന്നെയാണ് കോടതി ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. കാരണം ഇത് തുടക്കം മുതൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രജിസ്ട്രാർ ഒരു അമിതാവേശം ഈ വിഷയത്തിൽ കാണിച്ചു. രജിസ്ട്രാർ രാഷ്ട്രീയ താല്പര്യത്തിനനുസൃതമായിട്ട് രജിസ്ട്രാർ ഏതൊക്കെയോ രാഷ്ട്രീയ മേലാളന്മാരുടെ ഇംഗിതത്തിനനുസരിച്ച് അവിടെ പെരുമാറി. ഭരണഘടനാ തലവനായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണകൂടത്തിന്റെ ഹെഡ് എന്ന് പറയാവുന്ന ഗവർണർ ഏത് നിലയ്ക്കും നോക്കുമ്പോൾ എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന സംസ്ഥാനത്തിന്റെ ആദ്യത്തെ ആള് എന്ന് പറയാവുന്ന ഒരാൾ, അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടി അലങ്കോലമാക്കാൻ വേണ്ട എല്ലാ തരത്തിലുള്ള നടപടികളും ചെയ്തത് ഈ രജിസ്ട്രാർ ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ ചെയ്ത നടപടികൾ വിശദീകരിക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല.
വിശ്വാസയോഗ്യമായ യുക്തിസഹമായ ഒരു മറുപടി നൽകാൻ രജിസ്ട്രാർക്ക് കഴിയാത്ത വന്ന ഒരു സാഹചര്യത്തിലാണ് വൈസ് ചാൻസലർ രജിസ്ട്രാർക്കെതിരെ ശിക്ഷാ നടപടി എടുത്തത്. അങ്ങനെ വൈസ് ചാൻസലർക്ക് അധികാരമില്ല എന്നായിരുന്നു ഇതുവരെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ ഹൈക്കോടതി നടപടിയിലൂടെ വൈസ് ചാൻസലറുടെ നടപടി അങ്ങനെ ഒറ്റയടിക്ക് ക്യാൻസലാക്കപ്പെടേണ്ടതല്ല, റദ്ദാക്കപ്പെടേണ്ടതല്ല എന്ന് കോടതി വിലയിരുത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് കോടതി ഒരു സ്റ്റേ നൽകാതിരുന്നത്. വൈസ് ചാൻസലർക്ക് ഒരു നടപടിയെടുക്കാൻ അധികാരമില്ലായിരുന്നു എങ്കിൽ കോടതി ഈ വിഷയത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സ്റ്റേ നൽകുമായിരുന്നു. അപ്പോ കോടതിയുടെ പരാമർശങ്ങൾ, അത് ഭാരതമാതാവിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്, അതേപോലെ ഗവർണറുടെ പരിപാടി അലങ്കോലമാക്കിയതിനെ സംബന്ധിച്ചുള്ള പരാമർശമുണ്ട്. ഇത് രണ്ടും രജിസ്ട്രാറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വലിയൊരു തിരിച്ചടിയാണ്. രജിസ്ട്രാറെ പിന്തുണച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഭരണകൂടത്തിനും ഒക്കെ വലിയൊരു തിരിച്ചടി തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആർ വി ബാബു, ഒരു കാര്യം കൂടി ഇതോടൊപ്പം ചേർത്ത് പറയാവുന്ന ഒരു കാര്യം കൂടി, സസ്പെൻഷൻ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നിലവിലുള്ള താൽക്കാലിക VC ഡോക്ടർ സിസ തോമസിന് കത്ത് നൽകിയിരിക്കുന്നു. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണം എന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെടുന്നത് VCയോട്. ശ്രീ ആർ വി ബാബു. അല്ല, VCയോട് അങ്ങനെ ഒരു നിർദ്ദേശം നൽകാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഒരു അധികാരമില്ല. സർവകലാശാല ഭരണത്തില് VCക്ക് മേലെയുള്ള ആള് വൈസ് ചാൻസലറാണ്. ചാൻസലർ ഗവർണർ തന്നെയാണ്. VCക്ക് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കാൻ ഒരു മന്ത്രിക്കും മുഖ്യമന്ത്രിക്ക് പോലും അവകാശമില്ല. സർവകലാശാല ഒരു ഓട്ടോണമസ് ബോഡിയാണ്. അതിന്റെ തലവൻ പരമാധികാരി എന്ന് പറയുന്നത് ചാൻസലറാണ്, ഗവർണറാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ചാൻസലറുടെ നിർദ്ദേശം പാലിക്കാൻ മാത്രമേ വൈസ് ചാൻസലർക്ക് നിവൃത്തിയുള്ളൂ. മന്ത്രിക്ക് ഇതിനകത്ത് യാതൊരു കാര്യമില്ല. മന്ത്രിയുടെ നിർദ്ദേശം പാലിക്കപ്പെടാൻ പോകുന്നുമില്ല. അത് തന്നെയാണ്. ശ്രീ ആർ വി ബാബു ആണ് പ്രതികരിച്ചത്. കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലറുടെ നടപടി സ്റ്റേ ചെയ്യാനാവില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നു. ഗവർണറുടെ പരിപാടി തടസ്സപ്പെടുത്തുന്നതിന് രജിസ്ട്രാറുടെ നീക്കങ്ങൾ കാരണമായിട്ടുണ്ടോ എന്നും കോടതി ചോദിക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു. അതേപോലെ തന്നെ ഈ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു ഹിന്ദു ഐക്യവേദി നേതാവ് ശ്രീ ആർ വി ബാബു.